നാളെ മോൾ അവിടെ കയറി ചെല്ലുന്നതോടെ പിന്നെ മോളെ വീട് അതായി. ഇവിടുത്തെ പോലെ 9-10 മണിയൊന്നും ആക്കരുതിട്ട് എണീക്കാന്. ആദ്യം അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ടത് അവിടുത്തെ ഭക്ഷണ രീതിയാണ്. അതായത് അവിടുത്തെ ചോറ്, ചായ, കറീൻ്റെ ഒക്കെ ഒരു രീതി ഉണ്ട്. അതൊക്കെ അമ്മേനോട് ചോദിച്ചിട്ട് നന്നായി പഠിച്ച് മനസ്സിലാക്കണം. എന്നാലേ അമ്മായിമ്മക്ക് കുട്ടീനോട് ഒരു സ്നേഹം കരുതലൊക്കെ ഉണ്ടാവുള്ളൂ. അവനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ദേഷ്യവും ശാഠ്യമൊക്കെ ഉള്ള ആളാന്ന് കേട്ടിരിക്കുന്നത്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറയുമ്പോൾ കുറച്ച് അടിപിടിയും ബഹളവും ദേഷ്യവും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നും സാരില്ല വെച്ചാൽ മതി. നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അവന്റെ ദേഷ്യവും ഇതൊക്കെ ഒരു കാലം വരെ ഉണ്ടാവുള്ളൂ. ഒരു കുഞ്ഞിക്കാല് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തീരും. പിന്നെ ഈ ജോലിക്ക് പോണ കാര്യം പറഞ്ഞിരുന്നല്ലോ, മോനത് താല്പര്യമില്ലെങ്കിൽ മോൾ അതിന് വാശി പിടിക്കൊന്നും വേണ്ട. മോളിപ്പോ നാളെ എന്റെ വീട്ടിൽ പോവാണെങ്കിലും ഈ വീടും അമ്മയും അച്ഛനും ഒന്നും എന്റേതല്ലാതാവണില്ല. അവിടെ ഇനിയിപ്പോ പോയിട്ടൊന്ന് സെറ്റ് ആവാൻ എന്തായാലും സമയം എടുക്കും. അതൊക്കെ അതിന്റെ വഴിക്ക് സമയമാകുമ്പോ സെറ്റ് ആയിക്കോളും. മോള് ആദ്യം നോക്കേണ്ടത് മോളെ ജോലിയുടെ കാര്യമാണ്. പിന്നെ വല്ലതും വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് കൂടുതൽ എന്നുള്ളതൊക്കെ അറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇപ്പം ഈ അമ്മയായാലും അവിടുത്തെ അമ്മയായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ നന്നായി പഠിച്ചത്. അതുപോലെ അത് സമയമാകുമ്പോൾ നീയും അങ്ങനെ പഠിച്ചോളൂ. പിന്നെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ 2 മാസം ആകുമ്പോഴത്തേനും വിശേഷമായില്ലേ എന്നിട്ട് പിന്നാലെ വരും. അത് നിങ്ങൾ കണ്ടെന്ന് അടിക്കണ്ട. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളും കൂടി ഇന്ന് എപ്പോഴാണോ വേണമെന്ന് തോന്നുന്നത് അപ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ എൻ്റെ മോൾ അവിടെ ആരെയും വേദനിപ്പിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, ഞാൻ തന്നെ അനുഭവിച്ചോളാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എൻ്റെ അച്ഛനും അമ്മയും നീ കരയണ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മോളെ സന്തോഷമാണ് അച്ഛനും അമ്മയ്ക്കും വലുത്.